കാട്ടുപൂവ് അഞ്ചാം ഭാഗം. മാളികയുടെ ഇട്ടറയിൽ അർജുൻ തന്റെ പുതിയ നീക്കം പൂർത്തിയാക്കിയിരുന്നു. കുടുംബത്തിന്റെ ഐശ്വര്യം നിലനിർത്തണമെങ്കിൽ കാടിന്റെ ശക്തി കുറഞ്ഞുകൂടാ. വേദ് കാടിന്റെ മന്ത്രമുണർത്താൻ പോകുന്ന യുവാവാണെന്ന് അവൻ ഉറപ്പിച്ചു. യക്ഷിയുടെ അനുഗ്രഹം ലഭിക്കാൻ പോകുന്നത് അവനാണ്. ആ അനുഗ്രഹം തട്ടിയെടുക്കണമെങ്കിൽ വേദിനെ ഇല്ലാതാക്കണം. അവൻ തന്റെ വിശ്വസ്തരായ 2 പേരെ വിളിച്ചു. അവനെ ആരും കാണാതെ പിടിച്ചു കൊണ്ടുവരണം. ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ വെച്ച് തന്നെ അവനുള്ള ശിക്ഷ നടപ്പിലാക്കണം. അപ്പോൾ മാത്രമേ ആ മന്ത്രം എനിക്ക് സ്വന്തമാക്കാൻ കഴിയൂ. അവർ അവന്റെ വായ മൂടിക്കെട്ടി ബലമായി കാടിന്റെ ആഴങ്ങളിലേക്ക് വലിച്ചിഴച്ചു. ഞാവൽ മരത്തിന്റെ ചുവട്ടിൽ അർജുൻ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അവന്റെ കയ്യിൽ ആ പഴയ താമ്രപത്രവും ഒരു കത്തിയും തിളങ്ങുന്നുണ്ടായിരുന്നു. "നിനക്ക് വലിയ ഭാഗ്യമാണല്ലോ വേദ്," അർജുൻ ചിരിച്ചു. "ഈ കാട് നിനക്ക് നൽകുന്ന മന്ത്രം നീ അർഹിക്കുന്നില്ല. നിന്റെ രക്തം ഈ മരത്തിന്റെ വേരുകളിൽ വീഴുമ്പോൾ ആ യക്ഷി എനിക്ക് വഴങ്ങും." വേദ് ശ്വാസമടക്കി നിന്നു. അവൻ ലച്ചുവിനെ ഓർത്തു, അമ്മയെയും അച്ഛനെയും ഓർത്തു, ഹിമയെ ഓർത്തു. "നീ വിചാരിക്കുന്നത് പോലെ ആ യക്ഷി ഒരു അടിമയല്ല അർജുൻ. അവൾ ഈ കാടിന്റെ ആത്മാവാണ്," വേദ് പതറാതെ പറഞ്ഞു. അർജുൻ കത്തി ഉയർത്തിയ നിമിഷം കാട്ടിൽ ഒരു വലിയ കാറ്റ് വീശി. മരങ്ങൾ ഉഗ്രമായി ആടി ഉലഞ്ഞു. പെട്ടെന്ന് ആകാശത്ത് നിന്നെന്ന പോലെ ഒരു കൊലുസിന്റെ കിലുക്കം കേട്ടു. മരങ്ങൾക്കിടയിലൂടെ കടും കാപ്പി നിറത്തിലുള്ള ലൂസായ ഒരു പ്രത്യേക വസ്ത്രം ധരിച്ച ഒരു സ്ത്രീ പുറത്തു വന്നു. നോക്കി നിൽക്കെ അവളുടെ രൂപം മാറി. ഭയാനകമായ ഒരു രൂപം. അഗ്നിഗോളങ്ങളായ കണ്ണുകൾ, നീണ്ട നഖങ്ങൾ, നീണ്ട പല്ലുകൾ, വന്യമായ അട്ടഹാസം. കാട് മുഴുവൻ ആ ശബ്ദത്തിൽ വിറച്ചു. "ദുരാഗ്രഹിയായ നിനക്ക് മരണം മാത്രമാണ് സമ്മാനം," അവൾ അർജുനെ നോക്കി അട്ടഹസിച്ചു. അർജുൻ പേടിച്ചു വിറച്ചു. അവന്റെ കയ്യിലെ കത്തി താഴെ വീണു. നിലാവെളിച്ചം കറുത്ത പുകയാൽ മൂടപ്പെട്ടിരുന്നു. "ഹിമ," അർജുൻ അറിയാതെ വിളിച്ചുപോയി. കാരണം ആ സ്ത്രീ പ്രത്യക്ഷപ്പെട്ടപ്പോൾ ആ മുഖത്തിന് ഹിമയുടെ സാമ്യമുണ്ടായിരുന്നു. യക്ഷി അലറി വിളിച്ചു. "ഹിമ നിന്റെ സഹോദരിയല്ല, അവളെന്റെ നിഴലാണ്. വർഷങ്ങൾക്ക് മുമ്പ് നിന്റെ പൂർവികർ എന്നെ തളച്ചപ്പോൾ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരംശം നിങ്ങളുടെ കുടുംബത്തിൽ ജനിച്ചു. സ്വാതന്ത്ര്യത്തിന് ദാഹിക്കുന്ന ഒരു പെൺകുട്ടിയായി." അവൾ അർജുൻ്റെ കഴുത്ത് പിടിച്ച് മേലോട്ടുയർത്തി. അവൻ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. വേദിന്റെ ഉള്ളിലെ ഭയം പൂർണ്ണമായും മാഞ്ഞു പോയിരുന്നു. അവൻ യക്ഷിയുടെ അരികിലെത്തി ശാന്തമായി പറഞ്ഞു, "അയാളെ വിട്ടേക്ക്." യക്ഷി അലറി, "എന്നെ നിനക്കറിയുമോ മനുഷ്യ? എന്നെ കണ്ടിട്ടും ഇവിടെ നിൽക്കാനുള്ള ധൈര്യം നിനക്ക് എവിടെ നിന്ന് കിട്ടേ?" അവൻ ആ ഉഗ്രരൂപത്തിനരികിലേക്ക് ഒരടി കൂടി മുന്നോട്ട് വെച്ചു. "നീ ഹിമയല്ലെന്ന് എനിക്കറിയാം, പക്ഷെ നിന്റെ ഉള്ളിൽ നീറുന്ന ആ വേദന എനിക്ക് മനസ്സിലാകും." വേദ് മെല്ലെ പറഞ്ഞു, "നൂറ്റാണ്ടുകളായി ഈ ചങ്ങലക്കുള്ളിൽ നീ അനുഭവിച്ച ഏകാന്തത, ആ നൊമ്പരം, അത് എന്നെ ഭയപ്പെടുത്തുന്നില്ല." യക്ഷി പാഞ്ഞെടുത്തു. നീണ്ട നഖങ്ങൾ വേദിന്റെ കഴുത്തിനരികിൽ തൊട്ടു. ചോര പൊടിഞ്ഞു. എങ്കിലും അവൻ മാറിയില്ല. അവളുടെ കണ്ണുകളിലേക്ക് നോക്കി നിന്നു. "നോക്ക്, നിന്റെ കണ്ണുകളിൽ ക്രൂരതയ്ക്കപ്പുറം ഞാൻ കാണുന്നത് ഒരു നിസ്സഹായതയാണ്. നീ ആരെയും കൊല്ലാൻ വന്നവളല്ല, നീ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നവളാണ്." യക്ഷി നിശ്ചലമായി നിന്നു. ശബ്ദം താഴ്ത്തി വേദനയോടെ ചോദിച്ചു, "സ്നേഹം? ആ വാക്ക് നൂറ്റാണ്ടുകൾക്ക് ശേഷം എൻ്റെ കാതുകളിൽ വീഴുമെന്ന് ഞാൻ സ്വപ്നം പോലും കണ്ടില്ല. എന്തിനാണ് നീ ഇത്രയും മടുക്കുന്നത് മനുഷ്യ?" വേദ് പോക്കറ്റിൽ നിന്ന് അന്നവൾ സമ്മാനിച്ച ആ കാട്ടുപൂവ് എടുത്തു. അത് കരിഞ്ഞു പോയിരുന്നു. അത് അവളുടെ കയ്യിൽ വെച്ചു കൊടുത്തു. "ഇത് നീ തന്ന നാൾ മുതൽ ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഒരു ഭാഗം പോൽ സൂക്ഷിച്ചു വെച്ചിരുന്നു. എൻ്റെ ഹൃദയം മുഴുവൻ ഞാൻ നിനക്ക് നൽകാം. എൻ്റെ സ്നേഹത്തിൻ്റെ ചൂടിൽ നിന്റെ ശാപം ഉരുകിപ്പോകട്ടെ." അവൻ ആ ഭീകര രൂപത്തെ ചേർത്ത് പിടിച്ചു, ഗാഢമായി ആലിംഗനം ചെയ്തു. യക്ഷി ഞെട്ടി. "നീ എന്നെ സ്പർശിക്കുകയാണോ? നിനക്ക് ഭയമില്ലേ?" "ഭയമുണ്ടായിരുന്നു. നിന്നെ ഈ ചങ്ങലക്കുള്ളിൽ നിന്നും മോചിപ്പിക്കാൻ കഴിയാതിരിക്കുമോ എന്ന ഭയം." അവൻ്റെ കണ്ണുകളിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീർ ആ കാട്ടുപൂവിൽ പതിച്ചു. പെട്ടെന്ന് പൂവ് ചുവന്ന നിറത്തിൽ ജ്വലിച്ചു. തീവ്രമായ വെളിച്ചം യക്ഷിയുടെ ഉടലിൽ ആകെ പടർന്നു. ഭീകരരൂപം വിറച്ചു. പെട്ടെന്ന് അവളുടെ നെഞ്ചിന് നടുക്ക് 2 മനുഷ്യരൂപങ്ങൾ പുറത്തു വന്നു. ഒന്ന് ഹിമ, മനോഹരമായ പിങ്ക് സാരി ധരിച്ച് നീണ്ട മുടി തോളിൽ വീണ് ശാന്തമായ പുഞ്ചിരിയോടെ. മറ്റൊരു പെൺകുട്ടി, ഇരുണ്ട നീല ജീൻസും വെള്ള ടീഷർട്ടുമാണ് വേഷം. പഴയ നോവ് കണ്ണുകളിൽ ഒളിപ്പിച്ച ഇതൾ. താഴ്ന്ന ജാതിക്കാരനെ പ്രണയിച്ചതിൻ്റെ പേരിൽ ഹിമയുടെ പൂർവികർ ദുരഭിമാനത്താൽ കൊലപ്പെടുത്തിയ പെൺകുട്ടിയായിരുന്നു അവൾ. പിന്നീട് യക്ഷിയായ ഈ ഉയർക്കൊണ്ട ഇതളിനെ ഹോമമന്ത്രങ്ങളാൽ ആ ഞാവൽ മരച്ചുവട്ടിൽ അവർ തളച്ചിട്ടു. എന്നാൽ ഇപ്പോൾ ഹിമയുടെ നൃത്തം അവളെ ഉണർത്തുകയും വേദിന്റെ നിഷ്കളങ്കമായ സ്നേഹം ആ ശാപത്തിൽ നിന്ന് അവളെ മോചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. 2 പെൺകുട്ടികളും യക്ഷിയുടെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായി സ്വതന്ത്രയായി പുറത്തു വന്നതോടെ യക്ഷിരൂപം പുക പോലെ മാഞ്ഞുപോയി.
ഹിമ വേദിൻ്റെ കൈകളിലേക്ക് മയങ്ങി വീണു. പക്ഷേ ആ പെൺകുട്ടി, അവൾ ഒരു നിമിഷം വേദിനെ നോക്കി നിന്നു. 1000 വർഷങ്ങൾ താൻ ഒറ്റയ്ക്കായിരുന്നു. ആരും എന്നെ സ്നേഹിച്ചില്ല, ആരും എന്നെ സ്പർശിച്ചില്ല. പക്ഷെ നീ എന്നെ ആലിംഗനം ചെയ്തു. നിന്റെ ഹൃദയത്തിൻ്റെ ചൂട്, അത് എൻ്റെ ശാപത്തെ ഉരുകി മാറ്റി. നീയാണ് എൻ്റെ വിമോചനം. അവളുടെ കണ്ണുകൾ വിസ്മയത്താൽ വികസിച്ചു. വേദിൻ്റെ മുഖത്തവൾ തൻ്റെ പഴയ കാമുകനെ കണ്ടു. അതേ കണ്ണുകൾ, അതേ പുഞ്ചിരി, അതേ ഹൃദയം. നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള തൻ്റെ ഏക പ്രണയമായിരുന്നു അവൻ. എന്നാൽ വേദിൻ്റെ കണ്ണുകൾ ഹിമയെ തിരയുന്നത് കണ്ടപ്പോൾ ആ സ്നേഹം മുഴുവൻ അവൾക്കുള്ളതാണെന്ന് ഇതൾ തിരിച്ചറിഞ്ഞു. തന്നോടുണ്ടായിരുന്നത് കരുണ മാത്രം. ഹൃദയം ഒരിക്കൽ കൂടി തീവ്രമായി തുടിച്ചു. കണ്ണുകൾ നിറഞ്ഞു. അവർ തന്നെ കാണരുത്, താൻ ഇവിടെ ഉണ്ടെന്ന് അറിയരുത്, തനിക്ക് മോക്ഷം നൽകിയവർക്ക് താൻ ഭാരമാകരുത്. അവർ കാണാതെ പതിയെ നടന്നകന്നു. എങ്ങോ അപ്രത്യക്ഷമായി. പക്ഷെ അർജുൻ അവളെ കണ്ടിരുന്നു. ജീൻസിൻ്റെ പോക്കറ്റിൽ കൈകൾ കയറ്റി തല താഴ്ത്തി ഒരു തവണ പോലും തിരിഞ്ഞു നോക്കാതെ നടന്നു പോയ അവളെ അവൻ പിന്തുടർന്നെങ്കിലും കണ്ടെത്താനായില്ല. ഹിമമെല്ലെ കണ്ണു തുറന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് വേദാണെന്ന് തിരിച്ചറിഞ്ഞ നിമിഷം അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. വേദ്, നീ എന്നെ വിട്ടില്ലല്ലോ. ആ ഭീകരരൂപത്തിൽ നിന്ന് നീ എന്നെ എങ്ങനെയാ തിരിച്ചു കൊണ്ടുവന്നത്? വിറക്കുന്ന കൈകളോടെ അവൻ അവളെ ഒന്നുകൂടി വരിഞ്ഞു മുറുക്കി. അവൻ്റെ മുഖം അവളുടെ മുഖത്തോട് ചേർത്ത് പിടിച്ചു. ആ കണ്ണുകളിലെ പേടി മായുന്നതും പ്രണയം നിറയുന്നതും നോക്കി അവൻ നിന്നു. അവൻ്റെ സ്വരം പതിഞ്ഞതെങ്കിലും അഗാധമായിരുന്നു. ഹിമ, ലോകം നിന്നെ ശാപമെന്ന് വിളിച്ചാലും നീ എൻ്റെ പ്രാണനാണ്. നിന്റെ ഒരു പുഞ്ചിരിക്കായി എൻ്റെ ജീവൻ 1000 വട്ടം നൽകാൻ ഞാൻ തയ്യാറാണ്. ഈ കാട്ടുപൂവിനെപ്പോലെ നീ എന്നും എൻ്റെ ഉള്ളിൽ പരിശുദ്ധയായിരിക്കും. നിന്റെ ഓരോ ശ്വാസവും ഇനി എന്നിലൂടെയായിരിക്കും. എൻ്റെ ഹൃദയമെടുപ്പ് നിനക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. എൻ്റെ വാക്കുകളിലെ ചൂട് അവളുടെ നെഞ്ചിൽ തട്ടി. ഹിമ വിറയ്ക്കുന്ന കൈകളാൽ അവൻ്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു. എനിക്ക് പേടിയായിരുന്നു വേദ്. എന്നെ മൂടിയ ആ ഇരുട്ട് നിന്നെ കൂടി ഇല്ലാതാക്കുമെന്ന് ഞാൻ പേടിച്ചു. പക്ഷെ നിന്റെ ഈ ആലിംഗനം, അത് എന്നെ വീണ്ടും ജീവനിലേക്ക് തിരികെ വിളിച്ചു. നീ ഇല്ലെങ്കിൽ ഞാൻ വെറും നിഴലായി തീർന്നേനെ. വേദ് പതുക്കെ അവളുടെ താടി ഉയർത്തി. അവരുടെ മുഖങ്ങൾ തമ്മിലുള്ള അകലം കുറഞ്ഞു. കാറ്റിൽ ഞാവൽ പൂക്കളുടെ മണം പടരുന്നുണ്ടായിരുന്നു. ഹിമ, നീ എൻ്റെ പ്രാർത്ഥനയാണ്, എൻ്റെ മോക്ഷവും. അവളുടെ നെറ്റിയിൽ പ്രണയപൂർവ്വം ചുംബിച്ചുകൊണ്ട് അവൻ മന്ത്രിച്ചു. ആ വാക്കുകളുടെ ചൂടിൽ അവളുടെ വിറയ്ക്കുന്ന അതരങ്ങൾ അവൻ്റേതിനോട് ചേരാനായി വെമ്പി. അവൻ്റെ കവിളുകൾ ഉള്ളംകൈകളിൽ കോരിയെടുത്ത് ആ ചുംബനത്തിൻ്റെ ലഹരിയിലേക്ക് ഹിമ അലിഞ്ഞു ചേർന്നു. ആ നിമിഷം വേദുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. പ്രണയത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ആ കണ്ണീർ തുള്ളികൾ അവരുടെ ചുംബനത്തിൽ അലിഞ്ഞു ചേർന്നു. വിറയ്ക്കുന്ന കൈകളാൽ അവളെ അവൻ ഒന്നുകൂടി തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. ഇനിയൊരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന പോലെ. നീ എൻ്റേതു മാത്രമാണെന്ന ജന്മങ്ങൾക്കപ്പുറം നീളുന്ന ഒരു ആത്മബന്ധത്തിൻ്റെ മുദ്ര പോലെ. അവൻ്റെ നെഞ്ചിൽ മുഖമൊളിപ്പിച്ച് അവൾ മന്ത്രിച്ചു. നമുക്ക് പോകാം വേദ്. ലോകം തീർത്ത അതിരുകളിലേക്കല്ല, നമ്മുടെ മാത്രമായ ആ പ്രണയവഴിയിലേക്ക്. അവർ കൈകോർത്ത് കാടിറങ്ങുമ്പോൾ ഞാവൽ മരത്തിൽ നിന്ന് പൂക്കൾ അവർക്കുമേൽ വർഷിച്ചു. ആ മരച്ചുവട്ടിൽ അപ്പോഴും ഒരു പുതിയ പൂവ് വിരിഞ്ഞു നിൽപ്പുണ്ടായിരുന്നു. അതിൻ്റെ ഇതളുകളിൽ പഴയൊരു കൊലുസിൻ്റെ കിലുക്കവും ഒരിത്തിരി പ്രണയനോവും ബാക്കിയായി. എന്നാൽ ഉള്ളു നിറയെ പ്രണയവും പേറി നടന്നു നീങ്ങിയ അവരെ വീട്ടുപടിക്കൽ കാത്തിരുന്നത് വിശ്വസിക്കാനാവാത്ത ഒരു കാഴ്ചയായിരുന്നു.